sentando a compasso bem solto. Na festa do fim de semana. Ayo! Hi guys, welcome back to my channel. വിശ്വനെ റിയാക്ട്. അപ്പൊ ആരാണ് വിശ്വ? അവിടെ ട്രിപ്പായി പിന്നെ ഒരു കിസ്സായി പൈസ പോകുന്ന വഴി അറിയില്ല എന്റെ കൃഷ്ണ. കൊടുക്കത്ത പിണക്കായി അത് മാറ്റാൻ 250 രൂപ കട്ടമായി ഡയറി മിൽക്ക് വാങ്ങി. എനിക്കാണ് അഡിക്റ്റായി, നിനക്കാണ് കൊഴുപ്പായി. ജിയമ്മനാണ് എന്നെ ചവിട്ടി പുറത്താക്കാൻ കൊതിയായി. ജോലി പോട്ടെ. ക്രിഞ്ച് പാട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ വ്യക്തിനെ എല്ലാവരും കൂടി ഊക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു ജെന്യുവൻ റിയാക്ഷൻ പറയട്ടെ. നമ്മൾ കേരളത്തിൽ ആദ്യമായിട്ട് സന്തോഷ് പണ്ഡിറ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മളെല്ലാവരും അയാൾ വെറുത്തു. ശരിയാണ്, ക്രിഞ്ചായിരുന്നു ചെയ്തത്. പക്ഷേ പുള്ളിയുടെ സംസാരം കേട്ട് നമ്മൾ പുള്ളിനെ ഇഷ്ടപ്പെട്ടു. വരുന്ന ആളുകൾക്ക് ഉച്ചഭക്ഷണം കിട്ടുന്നു, സന്തോഷ് പണ്ഡിറ്റിന് കുറച്ച് പൈസ കിട്ടുന്നു, ചാനലുകാർക്ക് കുറച്ച് പരസ്യം കിട്ടുന്നു, കാണുന്നവർക്ക് എന്ത് കിട്ടുന്നു അത് കാണുന്നവരോട് ചോദിക്കേണ്ട കാര്യം. തൊപ്പി വന്നതുപോലെ തന്നെ തൊപ്പി ഒരുപാട് ക്രിഞ്ച് സാധനങ്ങൾ ചെയ്തു. പക്ഷേ അവൻ്റെ സങ്കട കഥകളൊക്കെ കേട്ടപ്പോഴേക്കും ഒരുപാട് സിമ്പതി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എൻ്റെ സങ്കട കഥയൊക്കെ പറഞ്ഞാൽ നിങ്ങളൊക്കെ എൻ്റെ ഫാനായി പോകുമല്ലോ. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ക്രിഞ്ചാണോന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് ക്രിഞ്ചാണ്. കുറച്ച് വരികളൊക്കെ ഭയങ്കര ക്രിഞ്ചായിട്ട് എനിക്കും തോന്നി. കഴിക്കാനും മടിയായി, കുളിക്കാനും മടിയായി, ഫോണിലോ കുത്തി നടന്നങ്ങ് പതിവായി. സ്ഥിരം നൈറ്റിലോ വിളിച്ചൊല്ലങ്ങ് പതിവായി. പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല. പക്ഷെ ഇതിന്റെ ചില വരികളൊക്കെ നിങ്ങളൊന്ന് കേട്ടോ. എനിക്ക് ഇന്നെന്റെ ബാഡ് ഡേ, ഒന്നും കൂടെ പൊട്ടണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. നല്ല രസമുണ്ട് കേൾക്കാൻ. ഇന്നെന്റെ ബാഡ് ഡേ, ഒന്നും കൂടെ പൊട്ടണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. ഇന്നെന്റെ ബാഡ് ഡേ അല്ലേ, അത് ആ ഒരു രസത്തിൽ കേട്ട് കഴിഞ്ഞാൽ അതിലൊരു രസമുണ്ട്, ഇല്ല എന്നൊന്നും പറയാനില്ല. ഒന്നും കൂടെ പൊട്ടണം, ഡേ ഒന്ന് കറങ്ങണം, എല്ലാം മറന്ന് പറക്കണം. ഇന്നെന്റെ ബാഡ് ഡേ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരാൾ വൈറലാകുമ്പോൾ അതിൻ്റെ ഇഷ്ടംപോലെ ആൾക്കാർ തെറി വിളിച്ചെന്ന് കരുതി ജോക്കുട്ടിനും അവരെ തെറി വിളിക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. ഞാനൊരു വീഡിയോ റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് തോന്നണം, ഞാൻ ജെന്യുവനായിട്ട് റിയാക്ഷനാണ് ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ചില സമയത്തൊക്കെ തെറ്റ് പറ്റാം, എന്നാലും ഓക്കെ. അപ്പോൾ എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആ വ്യക്തി വളരാൻ അനുവദിക്കും. ചിലപ്പോൾ ക്രിഞ്ചായി നാളെ അടിപൊളിയൊക്കെ ആയെന്ന് വരാം. ഈ വരികൾ ക്രിഞ്ചാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ വരികളൊക്കെ ഏതോ ഒരു മഹാന്മാർ എഴുതിയാന്നൊക്കെയാ പറയുന്നത്. ആ വരികൾക്കില്ലാത്ത പ്രശ്നം എന്താണോ ഈ വരിക്കുള്ളത്? ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുമ്പോൾ അതിൽ വരി വിട്. ഈ പറയുന്ന പഞ്ചാബി സോങ്സ് ഒക്കെ നിങ്ങൾ വരി മനസ്സിലാക്കിയിട്ടാണോ എൻജോയ് ചെയ്യുന്നത്? അല്ല, നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഒരു വൈബ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. എന്നെ സംബന്ധിച്ച് ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെടും. ഇതാന്ന് പറയാൻ പറ്റത്തില്ല, ഉള്ളതുപോലെ പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും ഒരു 100 പേര് അവനെ തെറി വിളിച്ചു എന്ന് പറഞ്ഞ് ജോക്കൂട്ടൻ തെറി വിളിക്കില്ല. ഓക്കെ, ഞാനെന്തിനാ ഇവിടെ കയറി പിടിച്ചേക്കുന്നു? You don't need to scream at them like a bunch of school children. ഇതിൽ കൂടുതൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാൻ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ബെസ്റ്റ് ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ് ബിനോമോ എന്നാണ് പേര്. ഇതിൽ നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് ഉണ്ടാവും, അതായത് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഡെയിലി ഒരു ചെറിയൊരു ഇൻകം ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് ഇവർ പറയുന്നത്. പൈസ ഒരുപാട് നിങ്ങളിൽ പോകാതിരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് അവർ തരുന്നത്. നിങ്ങൾക്ക് ഇതൊരു ഗ്രാഫ് തരുന്നതാണ്. ഇതൊരു അപ്പ് ആവോ ഡൗൺ ആവോ എന്ന് പ്രൊഡിക്ട് ചെയ്യാണ് വേണ്ടത്. ഇത് അപ്പ് ആവോ ഡൗൺ ആവോ നമുക്കൊന്ന് പ്രൊഡിക്ട് ചെയ്ത് നോക്കാം. വെയിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ പ്രോഫിറ്റ് നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ അപ്പിയർ ആയി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇനി നിങ്ങൾ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. UPI വഴിയോ പേടിഎം വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ എങ്ങനെ വേണമെങ്കിലും ഒരുപാട് ട്രാൻസ്ഫറിംഗ് ഓപ്ഷൻസ് ചെയ്യാത്തുണ്ട്. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തുകൊണ്ട് ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഗൈസ്. അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലവറുടെ, അതായത് നിങ്ങളുടെ മുൻജന്മത്തിലെ അങ്ങനെ കുറെ എണ്ണങ്ങള് ഈ കാണുന്ന കാക്കപ്പുള്ളി ഇവിടെ ഉണ്ട്, കാണിച്ച് അല്ല വേണ്ട. മുൻജന്മത്തിലെ കാമുകന്റെ കാമുകയുടെ ഇവിടെ നിന്ന് ഒപ്പിച്ച് ഈ പുള്ളി പൊട്ടുകുത്തി വെച്ചേക്കുക എന്നാണ് പറയണത്. അത് എപ്പോഴെങ്കിലും ട്രൂ ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ഈ വിഗ് ഇവിടെ നിന്ന് ഒപ്പിച്ചെന്ന് പറഞ്ഞാലാവോ അടുത്ത വീഡിയോയിൽ ഉപയോഗിക്കാൻ വേണ്ടിയാ. കൊട്ട എന്താ ഒന്നും മനസ്സിലാവുന്നില്ലേ? എന്തിനാ മോനെ എന്നെ ഇങ്ങനെ അവമാനിക്കുന്നത്? അപ്പൊ തുടക്കം കാണിച്ചു കുട്ടിയൊക്കെ എന്തുവാ? എന്തിനാ മോനെ എന്നെ ഇങ്ങനെ പിന്നെ ഇല്ലാത്ത സൗണ്ടിലൊക്കെ സംസാരിച്ചാ പിന്നെ കളിയാക്കണ്ടേ? എന്താ ഒന്നും മനസ്സിലാവുന്നില്ലേ? സാരമില്ല, പോട്ടെ. അതെന്നാടാ നടുക്ക് ഫോണിന്റെ ചാർജിങ് പെർസെന്റേജ് ആണോ? കറക്റ്റ് 25% ചാർജ് ആയിട്ടുണ്ട്. മുഴുവനും ചാർജ് ആക്കണ്ട കേട്ടോ. ഞാൻ സുന്ദരനാണ്, എനിക്കറിയാം. എന്നാടാ കറി ഇങ്ങനെയൊക്കെ? ക്യൂട്ട്നെസ് ആണോ? ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം? ആൾക്കാർ വന്നു ചോദിച്ചു കഴുത്തേലെന്തത്?
കഴുത്തേല് കണ്ട ആ ഷർട്ട് അങ്ങോട്ട് വലിച്ച് കീറടാ. ഫാഷനാണേ. യുദ്ധത്തിങ്കൽ രാമൻ നല്ലു കുലത്തിങ്കൽ സീത നല്ലു. ഓ മോനെ. സ്ലോ മോഷൻ എഡിറ്റ് അറിയാൻ പാടില്ലെങ്കിൽ നീ എനിക്ക് അയച്ചാ, ഞാൻ എഡിറ്റ് ചെയ്ത് തരാടാ. അവൻ അയ്യോ. ഒരു 15 വർഷം നീ കാത്തിരിക്കുക കേട്ടോ. 15 വർഷം കഴിയുമ്പോഴേക്കും ഈ വീഡിയോ നീ വീണ്ടും കാണും. ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു. ഭരതൻ നല്ലു പറവാൻ പൈങ്കിളി നല്ലു. ഇവനെ ഒന്ന് പറപ്പിക്കാൻ ചോക്കു ഒന്ന് വാ. പറയടാ പറ. അടുത്തോ ആരാടാ വിളിക്കുന്നത്? ഹലോ 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 തിരക്കാ? ആരാ? ആള് മാറിയോ? ഹലോ 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 തിരക്കാ? ആരാണ്ടൊക്കെ വിളിച്ചിട്ടേ? തിരിച്ചു വിളിച്ചു നോക്കിയാല വീഡിയോ ചെയ്യാനും തോന്നുന്നില്ല. ആരാ? ആരും അങ്ങനെ കുറയണമാണ്. എൻ്റെ നമ്പരൊക്കെ ആരാണ്ടരുടെ അടുത്തൊക്കെ പോയിട്ടുണ്ട്. വിളിക്കല്ലേ, ശല്യം ചെയ്യില്ലേ, ജീവിച്ചു പോട്ടെ. ഞാനൊരു മലയാളി, മഞ്ഞിൽ മഞ്ഞിൽ കൂട്ടാളി, മനുഷ്യകളില്ല മനുകളില്ല മനുഷ്യകളില്ല മനുകളില്ല ഊണിട്ടുവാളി. കമന്റ് ഒന്നും വായിക്കാൻ എന്നെ കൊണ്ട് വയ്യ, ത്രാണിയില്ലാത്തോണ്ട്. മഞ്ഞാണ് നമ്മൾ മഞ്ഞാണ് നമ്മൾ. ഫെവിക്വിക്ക് അല്ലേടാ അത്? കുറച്ച് മൂക്കിൽ കൂടി ഒഴിക്കുക, കണ്ണിലൊക്കെ. നീയേ കുറച്ചെടുത്ത് ആസനത്തിലും കൂടി. ആരാ അടുത്ത നമ്പര്? ഹലോ ആരിത്? ഇന്ദ്രനീലമയോലം ഈ മിഴിപൊയ്കകളിൽ ഇന്നലെ നിൻമുഖം നീ നോക്കി നിന്നു. ഇന്ദ്രനീലമയോലം നീ നോക്കി നിന്നു. നന്നായി വരട്ടെ കേട്ടോ, നന്നായിട്ടുണ്ട്. നീ നോക്കി മാതിരി നന്നായില്ലാത്തരം കാണിക്കരുത്. നിന്നു. നന്നുള്ള പാട്ടുകൾ നന്നായിട്ട് പാട്. കരിമ്പിൻ ജ്യൂസിന്റെ ഒരു മെഷീൻ മേടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. ഇതാകുമ്പോ ഒരു തവണ കയറ്റണ്ടല്ലോ. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ കരിമ്പ് കയറ്റി വരണം. ഇതാകുമ്പോ ഒറ്റത്തവണ കയറ്റി വിട്ടാൽ മതി ഈ അണ്ണാക്കിലേക്ക്. മനസ്സിൽ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പുറത്തേക്ക് വരുന്നില്ല. ചൊല്ലങ്ങ് പതിവായി പല നാൾ കള്ളൻ ഒരു നാൾ പിടിയില്ല. അവളപ്പം പിടിച്ച് വീട്ടി മൊട്ട കളിപ്പായി എനിക്കൊരു കോളായി പിന്നെ ഒരു ചേസായി നേരെ വന്ന് ഫൈറ്റായി WWE. മനസ്സിലുള്ളത് പുറത്തേക്ക് വരട്ടെ സഹോദര, പുറത്തേക്ക് വരട്ടെ, പുറത്തേക്ക്. WANNA Vona. Vona. It means want to or want a. Vona. I want to eat pizza for lunch today. Vona. Pizza, not pizza. You can say I wanna eat pizza for lunch today. I wanna new computer. I am a mountain sky. മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊട് കയ്യാൽ തൊട് പായുന്ന കുതിരയെ. ലേ കുതിര എനിക്ക് കൂടി ഊക്കുവാക്കി തന്നിട്ട് നിങ്ങൾ പോകുമല്ലേ. മന്ത്രത്താൽ
കുതിര ആ വഴിക്ക് ഓടിയെന്ന് കേട്ടോ. മാണിക്യ കയ്യാൽ തൊടാ. ലിപ്സ്റ്റിക്ക് കുറച്ചുകൂടി ഇട്ടാൽ ചുണ്ട് ഒട്ടിപ്പിടിക്കുന്ന ഒഴിവാക്കാം. ഗന്ധർവൻ പാടുന്ന മതിൽ ഗന്ധർവ മതിലേ കയറി ചാടി ഒന്ന് പോവാ പിള്ളേ. ഊഞ്ഞാലേ കയറി ആട്. എന്ത് വള്ളി വിട്ട് നിലത്ത് വീഴ്. കുണ്ടിന്നല്ലേ ഇരിക്കട്ടെ അവിടെ കിടക്ക്. ഊഞ്ഞാലിൽ പാടാൻ അവസരം കൊടുക്കണ്ടേ? ഈ ചേച്ചി കടന്നിങ്ങനെ ഊഞ്ഞാലി ചേച്ചി തന്നെ പാടിയാ മതി. മാനത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങാറായില്ലെന്ന് തോന്നുന്നു കേട്ടോ. മാനത്ത് തന്നെ നിന്നോ. കണ്ണകുണ്ണ എന്ന് വിളിച്ചെന്നെ മൊണ്ണയാക്കി നീ. പണത്തിന് വേണ്ടി എന്നെ മറന്ന് നീ അവൻ്റെ ഒപ്പം പോയില്ലേ. തങ്കം പോലുള്ള എന്നെ മറന്ന് നീ അവൻ്റെ ഒപ്പം പോയില്ലേ. ഞാൻ പണക്കാരനല്ലെന്നറിഞ്ഞ് നീ അവൻ്റെ ഒപ്പം പോയില്ലേ. എന്തൊക്കെയാടാ കൈരളി നീ എഴുതി കൂട്ടുന്നേ? കെട്ടിപ്പിടിച്ചൊരു മുത്തം തന്നിട്ട് നീ അവൻ്റെ ഒപ്പം പോയില്ലേടി. ഇത് കൈരളി അല്ല കേട്ടോ, ആരണ്ട് എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാ. വഞ്ചിക്കാനാണ് പിന്നെന്തിനാണ് എന്നെ നീ ലവ് യു പറഞ്ഞ് പറ്റിച്ചത് പെണ്ണെ. ചീ ചീ ചീ. വയലാർ എഴുതോ? ചീ ചീ നീ പട്ടിച്ചി. പട്ടിച്ചി ചീ 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 നീ ചീ ചീ പട്ടിച്ചി. പട്ടിച്ചി എന്നൊക്കെ എന്താണ് ഇത്? കൊണ്ട് നടക്കല്ലേ, ക്യാഷുണ്ടേൽ മാത്രമേ കാണൂ. കായെല്ലാം കാലിയായാൽ പിന്നിൽ നിന്നേ കുത്തോളൂ. പോരാ നിർപ്പീരായി പോയി. ക്യാഷെല്ലാം തീർന്നപ്പോ വിട്ടിട്ട് പോയെന്ന് കൂടെ നിന്നിട്ട് മുതുകില് കുത്തിയ വരിയൊക്കെ ഒന്ന് മാറ്റി പിടിക്കുക ബ്രോ. അപ്പം കണ്ടവനെ പപ്പാന്ന് വിളിച്ചിട്ട് പള്ളയെ കുത്തി. പണ്ടത്തെ കനവെല്ലാം ഒന്നിച്ച് കണ്ടിട്ട് ഇത് ക്രിഞ്ചാണ്. എനിക്ക് നല്ല ക്രിഞ്ചായിട്ട് തോന്നിയ. സോ സോറി. എട്ടാം ക്ലാസ് തൊട്ട് തുടങ്ങി ഈ ബന്ധം. അവിടെ നിന്ന് ഇതുവരെ മൈരേന്ദ്ര ശല്യം. അവര് വീട്ടാൻ പറയുന്ന എന്താ പേര്? എടാ ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാണ്ടായാലടാ. പൊക്കി നോക്കേണ്ടി. അത് എന്നോരോ ട്രാൻസാക്ഷൻ അല്ലയോ? ഇത് കണ്ടിട്ട് ശരിക്കുള്ള പെൺകുട്ടികൾക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കയ്യിന്ന് പോയി. എന്തെങ്കിലും അപരാധം കാണിച്ചാൽ മതിയല്ലോ. അക്വേറിയത്തിലെ സക്കർ. നമുക്കേതായാലും നമ്മുടെ അവസാനത്തെ വീഡിയോയിലേക്ക് പോവാം. ബിജിനിറ്റ ജോർജ് എന്നാണ് ആളുടെ പേര്. നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇതെനിക്ക് അയച്ചു തന്ന ബിജിനിറ്റ തന്നെയാണ്. സപ്പോർട്ട് ചെയ്യാമെന്ന് ചോദിച്ച്. എന്താണെങ്കിലും സന്തോഷമായെന്ന് വിശ്വസിക്കുന്നു. ഇത്രയുള്ള എൻ്റെ വീഡിയോ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാത്ത ആൾക്കാർക്കും ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. നമ്മുടെ ഷോർട്ട് ഫിലിം സീരീസ്, അതുപോലെ തന്നെ നമ്മുടെ മതസൗഹാർദ്ദ ബുക്ക് സീരീസൊക്കെ നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ കമൻസൊക്കെ ഭയങ്കര കുറവാണ്. കഴിഞ്ഞ വീഡിയോയ്ക്ക് നമുക്കൊരു 1000 കമൻസാണ് കിട്ടിയത്. അപ്പോൾ എല്ലാവരുടെയും കമൻസ് കുറച്ചുകൂടി വേണം. എനിക്ക് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിഞ്ഞാലേ അതിനനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. എനിവേ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടാത്ത അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. ബൈ ഫോർ നൗ.